ഡിവൈഎഫ്ഐക്ക് തന്നെ ആ വിധത്തിലൊരു സമരം വേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് വസീഫും സനോജും വാർത്താ സമ്മേളനം വിളിച്ച് അവർ തന്നെ പറഞ്ഞിരുന്നു ഷാഫി പറമ്പലിനെ തടയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അവിടുത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷൈജു അന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇത് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു സമരമല്ല എന്നുള്ളത്. അതിന് മറ്റൊരു രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും കൽപ്പിക്കാനും അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ നിന്ന് നൈസിൽ എസ്കേപ്പ് ആവാൻ ഒരു സാധ്യത ആ വിൻഡോയിൽ കിടക്കുന്നുണ്ട് എന്ന് ഡിവൈഎഫ്ഐയും CPIM തന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലല്ല മറ്റേ വിഷയത്തിലാണ്, രാഹുലിന്റെ വിഷയത്തിൽ തന്നെയാണ് പ്രതിരോധമുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ കേസിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ച് വലിയ കുരുക്കാണ്. നോക്കൂ, ഇത്രയധികം ഡിജിറ്റൽ എവിഡൻസുകൾ ഉള്ള മറ്റൊരു കേസ് സമീപകാലത്ത് നമ്മൾ ആരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത്ര എവിഡൻസുകൾ നിൽക്കുകയാണ്. ആ പരാതിക്കാരിയെ കിട്ടിയ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുലിനെ സംബന്ധിച്ച് പൂർണ്ണമായ കുരുക്കായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പരാതി നൽകാൻ തയ്യാറെടുത്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പരാതി നൽകാതിരിക്കുന്നത്. പക്ഷേ പരാതി നൽകിക്കൂടാ എന്നുള്ളതാണ് ഒരു സ്ഥിതി. രണ്ടാമത്തെ കാര്യം, ഈ ഷാഫി പറമ്പലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഷാഫി യഥാർത്ഥത്തിൽ ഒരു ഉമ്മൻചാണ്ടി സ്കൂളിങ്ങിലുള്ള ആളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ മെയ്വഴക്കമെല്ലാം വളരെ ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയേക്കാൾ ഉപരി പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഒരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഷാഫിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഷാഫി ആ അവസരത്തെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയെ വഴിതിരിച്ചു വിടാനും അത് വടകരയിലെ പ്രത്യേക സ്പെഷ്യലായിട്ട് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഷാഫിക്കെതിരായ പ്രതിഷേധം പാലക്കാടായിരുന്നെങ്കിൽ ഇത് ഈ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല മാറുന്നത്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വടകരയിൽ ഇന്നലെ രാത്രി കണ്ടത് എന്താണ്? കെ രമ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ആ സിസ്റ്റം മുഴുവനായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. അവിടെ മറ്റൊരു രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടല്ലോ. CPIM CPIM രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മുന്നിൽ ലീഗുണ്ട്, കോൺഗ്രസിനേക്കാൾ മുന്നിൽ ലീഗ് നിൽക്കുകയാണ്. അപ്പം അത് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെ ക്യാഷ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഷാഫിയും ടീമും ആലോചിക്കുന്നത്. പക്ഷേ അത് കൃത്യമായ ഇടതുപക്ഷത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഷാഫി അല്ല, പക്ഷേ ഷാഫി എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു, മറുപടി പറയണം എന്ന് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ നിന്ന് നടത്തിയപോലുള്ള പ്രസ്താവനകൾ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് വരാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായ കാര്യമെന്നാണ്.